തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമം, വെറും ഒരു ഉൾഗ്രാമം എന്ന് പറഞ്ഞാൽ പോലെ ഒരു വരണ്ട ഭൂമിയാണ്. അവിടെ വെള്ളമില്ല. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവർ തൊട്ടടുത്ത സ്ഥലത്ത് പോയി നടന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതും സ്ത്രീകളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അവിടെ ഒരു കിണർ വേണമെന്നാണ്. ഈ ഒരു ആവശ്യം ഗ്രാമത്തിലെ ഒരു പ്രധാന വ്യക്തി, അതായത് മുതിർന്ന വ്യക്തിയുടെ അടുത്ത് ചോദിക്കുകയും അദ്ദേഹം സ്ഥാനം കണ്ടെത്താൻ പറയുകയും ചെയ്തു. അങ്ങനെ കിണറിനുള്ള സ്ഥാനം കണ്ടെത്തുന്നു. ഈ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുതിർന്ന വ്യക്തിയുടെ സ്ഥലത്താണ്. അങ്ങനെ അദ്ദേഹത്തോട് എല്ലാവരും ആവശ്യപ്പെടുകയും കിണർ കുത്താൻ സമ്മതിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ ഒരു കിണർ കുഴിക്കുമ്പോൾ ആ കുഴിയിൽ നിന്നൊരു അസ്ഥികൂടം കണ്ടെത്തുന്നു. അത് വെറും ഒരു അസ്ഥികൂടമല്ല, ഒരു ഡൈനോസറിൻ്റെ അസ്ഥികൂടമാണ്. തുടർന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു. പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതിയെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ ഒരു കഥയല്ല, നേരെ മറിച്ച് കഴിഞ്ഞ ആഴ്ച സ്ട്രീം ചെയ്ത ഒരു സിനിമയുടെ പ്ലോട്ടാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് യോഗി ബാബുവാണ് ഈ ഒരു സിനിമയുടെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. ഗംഭീരമായ ഒരു കഥയാണ്. അതായത് കറക്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷാവസ്ഥയെ കൃത്യമായി വർണ്ണിക്കുന്ന സിനിമയാണെന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്സിൻ്റെ പൊള്ളത്തരങ്ങൾ, അതുപോലെ പവർ കാണുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, സാധാരണ വ്യക്തികൾക്കൊന്നും കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം ഗംഭീരമായി കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യോഗി ബാബുവാണ് പ്രധാന കഥാപാത്രം. യോഗി ബാബുവിനെ കൂടാതെ മറ്റു ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കാണാതെ കണം എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ കഴിഞ്ഞ ആഴ്ച ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഇതുപോലുള്ള അപ്ഡേഷന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.